സ്വാതി, നീ എന്തെങ്കിലും ഒന്ന് പറയ്. ഞാൻ അങ്ങ് ഒടുങ്ങി പോകാൻ ഒരുങ്ങിയതാ, അതിനും സാധിച്ചില്ല. സ്വാതി, എന്താ ഈ പറയുന്ന? എന്നെ വിട്ട് നിനക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനൊരു ചിന്ത നിന്റെ മനസ്സിൽ തോന്നിയപ്പോ നീ ഒരു നിമിഷമെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചോ? പറയ് സ്വാതി. ഞാൻ പിന്നെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് എങ്ങനെയാ? എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. നീ എന്താ ഒന്നും പറയാത്ത? എന്തിനാ സ്വാതി നീ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയേ? ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവര് എന്നെ ചതിച്ചു. സ്വാതി, എന്താ ഈ പറയുന്ന? ആര് ചതിച്ചെന്ന് നീ പറയുന്ന? ഒന്ന് പോയി തരൂ, ഞാൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് കിടന്നോട്ടെ. സ്വാതി, നിനക്ക് എന്നോട് അത്രയ്ക്ക് വെറുപ്പാണോ? എന്റെ മോളെ ഈ ഗതിയിലാക്കിയിട്ട് അവനെ ഞാൻ ഉണ്ടല്ലോ. കാഞ്ചന, ഇത് ഹോസ്പിറ്റലാണ്. അതൊക്കെ പിന്നെ സംസാരിക്കാം, പ്ലീസ്. മോളെ, ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? മോള് സമാധാനമായിട്ടിരിക്കെ, എല്ലാം നേരെയാവും. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ മോളെ, പറ. അച്ഛാ, ഇവിടുന്ന് ഡിസ്ചാർജ് ആയ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാൽ മതി. അതുപോലെ സഞ്ജു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ മറ്റെങ്ങും പോവില്ല. ഞാൻ സമ്മതിച്ചു. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയ മോളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അമ്മയാ പറയുന്നേ. കാഞ്ചന, അത് ഒന്നും പറയണ്ട. മോടെ ആഗ്രഹം നടക്കട്ടെ. എന്താ നീ ഇവിടെ? ഞാൻ ഇവിടെ എന്താ വന്നെന്നോ? നല്ല ചോദ്യം. എന്താ, എനിക്ക് എന്റെ സ്വന്തം ഹസ്ബൻഡിനെ കാണാൻ വരാൻ പാടില്ല? അല്ല, ഇനി ഞാൻ ഗൗതത്തിന്റെ ഭാര്യയല്ലെന്ന് പറയോ? അങ്ങനെ പറയാൻ ഗൗതത്തിന് പറ്റുമോ? നിനക്കെന്താ വേണ്ടേ? ആ, അങ്ങനെ ചോദിക്ക. നിനക്കെന്ത് വേണം? നൈസ് ക്വസ്റ്റ്യൻ. എനിക്ക് വേണ്ടത് എന്താന്നറിയില്ലേ? ഗൗതത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് എനിക്ക് വേണ്ടത്. അത് നേടിയെടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തവകാശങ്ങൾ? പേടിക്കണ്ട, ഞാൻ ഇവിടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഒപ്പം താമസിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് വേണ്ടത് എനിക്ക് നിയമപ്രകാരം കിട്ടേണ്ട സ്വത്താ. നിയമപ്രകാരം നിനക്ക് സ്വത്ത് കിട്ടാനുണ്ടെന്നോ? എന്ത് സ്വത്ത്? ആരുടെ സ്വത്ത്? എന്റെ ഭർത്താവിന്റെ പേരിലുള്ള സ്വത്ത്, അതെനിക്ക് കിട്ടണം. കൊള്ളാം. ഇതെവിടത്തെ നിയമ?
നിങ്ങൾ രഹസ്യമായി എന്നെ വിവാഹം കഴിച്ചു. 4 ആളറിയെ ഒന്നുകൂടി ആ ചടങ്ങ് നടക്കാൻ ഞാനും ശ്രമിച്ചു. അത് നിങ്ങളുടെ അതിബുദ്ധി കൊണ്ട് നിങ്ങൾ തന്നെ മുടക്കി. അതെനിക്ക് വലിയ നാണക്കേടായിപ്പോയി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ കവിത ചെറുതായിപ്പോയി. അത് പോട്ടെ, അത് ഞാൻ ശ്രമിക്കാം. പക്ഷേ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് അതെനിക്ക് കിട്ടണം. നിനക്ക് അവകാശപ്പെട്ട സ്വത്തോ? അതെ, ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശി ഈ ഭാര്യയല്ലേ? ഇതൊരു പുതിയ നിയമമാണല്ലോ. അയ്യോ, യഥാർത്ഥ നിയമമൊക്കെ എനിക്കറിയാം. ഭർത്താവ് മരിക്കുമ്പോഴാ ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശി ഭാര്യയാകുന്നത്. ഇവിടെ ഇപ്പൊ ഗൗതത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഇത്ര സിമ്പിളായിട്ട് കാര്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാ സ്വത്തിനു വേണ്ടി നീ എന്നെ കൊല്ലുവന്ന് അല്ലേ? ഗൗതം, കൊല്ലുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇതിന്റെ പേരിൽ കേസ്, വഴക്ക്, പോലീസ്, അതിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അതല്ലേ നമ്മൾ രണ്ടുപേർക്കും നല്ലത്. ഇറങ്ങടി പുറത്ത്. കവിതയെ പുറത്തിറങ്ങാൻ. നിന്നോടാ പറഞ്ഞ എന്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ. ഞാനിപ്പോ ഇറങ്ങാം. പക്ഷേ ഗൗതം, ഞാൻ പറഞ്ഞ കാര്യം അത് നടക്കണം. സ്വത്തോ? പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുക നീ. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരരുത് നീ. ഗൗതം, ഇങ്ങനെ തീർത്തൊരു തീരുമാനം വേണം. ഇനിയും നീ ഇവിടെ ഒന്ന് കുരച്ചാ എന്റെ വിധം മാറും. പൊക്കോ, എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോ. അതാ നിനക്ക് നല്ലത്. ഗൗതം, ഞാൻ പോവാം. പക്ഷെ ഇനിയും ഞാൻ വരും. അത് ചിലപ്പോ ഇങ്ങനെ ആവില്ല. മാന്യമായി ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു. അത് ഗൗതത്തിന് സമ്മതമല്ല. അപ്പോ ഇനി ഞാൻ വന്നാൽ അന്ന് ഞാൻ എന്റെ അവകാശം നേടിയെടുത്തോണ്ടേ പോവൂ. ആലോചിച്ചിട്ട് ശരിക്കൊരു തീരുമാനം എടുക്ക. സ്വത്തുക്കൾ എന്റെ പേരിൽ തരാൻ സമ്മതമാണെങ്കിൽ എന്നെ വിളിക്കണം. മാന്യമായിട്ട് നമുക്ക് പിരിയാം. അതല്ലെങ്കിൽ ഈ കവിത ആരാണെന്ന് ശരിക്കും ഗൗതം മനസ്സിലാക്കും. ഗൗതം സൂക്ഷിച്ചോ. ഹലോ ഏട്ടാ. ഗൗരി, അത് എനിക്ക് വേണ്ടത് എനിക്ക് നിയമപ്രകാരം കിട്ടേണ്ട സ്വത്താ. എന്തു സ്വത്ത്? ആരുടെ സ്വത്ത്? എന്റെ ഭർത്താവിന്റെ പേരിലുള്ള സ്വത്ത്. അതെനിക്ക് കിട്ടണം. ഞാൻ പോവാം. പക്ഷെ ഇനിയും ഞാൻ വരും. അത് ചിലപ്പോ ഇങ്ങനെ ആവില്ല. അപ്പോ ഇനി ഞാൻ വന്നാൽ അന്ന് ഞാൻ എന്റെ അവകാശം നേടിയെടുത്തോണ്ടേ പോവും. ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടാ കവിത പോയിരിക്കുന്നത്. ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ. അല്ലെങ്കിൽ കവിത, അവളെ ഇന്ന് ഞാൻ ശരിയാക്കിയേനെ. ഗൗരി, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കവിത, അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നവൾ അവള്. എനിക്കവളെ ശരിക്കറിയാവുന്നതുകൊണ്ട് പറയാ, ഏട്ടൻ അവളെ സൂക്ഷിക്കണം. ഞാനങ്ങ് എത്തിക്കോട്ടെ. കവിതയുടെ അഹങ്കാരം തീർക്കാൻ എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഏട്ടൻ ഫോൺ വെച്ചോ. ശരി. കവിത, അവളെ തളച്ചേ പറ്റൂ. ഗൗതം, 「 ഞാൻ പോവാ. പക്ഷെ ഇനിയും ഞാൻ വന്നാൽ അന്ന് ഞാൻ എന്റെ അവകാശം നേടിയെടുത്തോണ്ടേ പോവും. കവിത, അവളെ തളച്ചേ പറ്റൂ.                        ഗൗതം,
സ്വാതി, നീ എന്നോട് എന്തെങ്കിലും ഒന്ന് പറ. അമ്മേ, എനിക്കൊന്ന് കിടക്കണം. ബാ. സ്വാതി, തൊട്ട് പോരുതെന്നെ. അങ്കിൾ, എന്തിനാ അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് എന്നോട് പറഞ്ഞൂടെ? എല്ലാത്തിനും കാരണക്കാരി കവിതയാണെന്നാ പ്രഭ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരെയും രണ്ടായിട്ട് മാറ്റാനാ കവിത ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നിന്നെ അമ്മൂനെയും ചേർത്ത് എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കി ശ്രീകുട്ടിയെ വിശ്വസിപ്പിക്കുകയാ കവിത. നിന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും അവൾക്ക് കഴിയാത്തയില്ല എന്റെ സങ്കടം. കവിത അപ്പച്ചിക്ക് വേണ്ടതേ നമ്മുടെ ബിസിനസ്സുകളാ. ഒളിഞ്ഞും തെളിഞ്ഞ് അവരതിനെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നമ്മുടെ ശത്രുക്കളെ പോലും അവരതിനെ കൂട്ടുപിടിച്ചു. സ്വാതി ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. മറ്റൊരു പെണ്ണുമായി ഭർത്താവിനെ ചേർത്തു പറഞ്ഞ ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവിടെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. നീ വിഷമിക്കാതെ ശ്രീകുട്ടിയുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ. ഞാൻ അവളോട് സംസാരിക്കാം. ഇനിയും അനുഭവിക്കാൻ എന്റെ ജീവൻ ബാക്കി വെച്ചു. ശ്രീകുട്ടിക്ക് അമ്മു ജീവിതം കൊടുത്തെന്ന് പറയുന്നവരറിയുന്നില്ല. ഇഞ്ചിഞ്ചായി കൊന്ന് രസിക്കാന് അവൾ എനിക്ക് ജീവിതം തന്നതെന്ന്. ഞാൻ എന്തായാലും ഒന്ന് അവളെ കണ്ടിട്ട് വരാം. വേണ്ട സഞ്ജു, ഇപ്പൊ വേണ്ട. അവള് റൂമിൽ കയറി വാതിലടച്ചു കാണും. സഞ്ജു ഇപ്പൊ തിരിച്ചു പോകും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്കിൾ, അവളെ ശ്രദ്ധിക്കണേ. ജീവൻ എടുക്കാൻ വരെ ശ്രമിച്ചതാ അവള്. നീ വിഷമിക്കണ്ട. കാഞ്ചന എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടാവും. നീ ചെല്ലേ. അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. മുത്തശ്ശി മരിച്ചതിന്റെ വേദന തീരുന്നതിന് മുൻപേ ശ്രീകുട്ടി ചേച്ചിയുടെ ഈ പ്രശ്നം കൂടി വന്ന്. ശ്രീകുട്ടി ചേച്ചി പിണങ്ങിപ്പോയതല്ല എന്ന് അമ്മ ശരിക്കും വിശ്വസിച്ചിരുന്നതാ. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. എന്നോടും സ്വാതിയുടെ കാര്യം കുറച്ചു മുൻപ് കൂടി ചോദിച്ചതേ ഉള്ളൂ. അവൾ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു ദിവസം നിൽക്കാൻ പോയതാണെന്ന് ഞാനങ്ങ് തീർത്തും പറഞ്ഞു. അതെ, ഞാനൊന്ന് ചന്ദ്രകാന്തം വരെ പോയാലൊന്ന് ആലോചിക്കുന്ന. സ്വാതിയുടെ അടുത്തേക്കോ? എന്തിന്? ചേച്ചി ഒന്ന് കാണണം. എന്താ പിണക്കത്തിന് കാരണമെന്ന് എനിക്കറിയണം. എങ്ങനെയും ഇവിടേക്ക് വിളിച്ചോണ്ട് വരണം. ലച്ചു, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? ചേച്ചി പറയുന്നത് ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്താ കാര്യം വെച്ചാ പറഞ്ഞാ മതി. എന്തായാലും നീ ഈ അടുത്ത കാലത്തൊന്നും ചന്ദ്രകാന്തത്തിൽ പോണ്ട. പിന്നെ ചേച്ചി ഇവിടേക്ക് വിളിക്കുന്നത് എങ്ങനെയാ? നീ ചെന്ന് വിളിച്ച ആ നിമിഷം സ്വാതി ഇറങ്ങി ഇവിടേക്ക് വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനൊരു വിശ്വാസം നിനക്കില്ലല്ലോ. പിന്നെ നീ അവിടേക്ക് എന്തിനാ പോകുന്നേ? ചേച്ചി, അത് ഞാൻ എന്തിനാ ലച്ചു അവിടെ ചെന്ന് വല്യച്ചിയുടെ വായിലിരിക്കുന്നത് വെറുതെ കേൾക്കുന്നേ?
അതിന് വല്ല ആവശ്യം നിനക്കുണ്ടോ? ഒന്നാമത് കവിതേച്ചി വല്യേച്ചി ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കുറ്റക്കാരി നീ മാത്രമാവും. വല്യേച്ചി മാത്രന്ന എന്താ ഏതാ പറയാന്ന് ആർക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വല്യേച്ചിയുടെ വഴക്ക് കേൾക്കാൻ പോകുന്നേ? അത് സഞ്ജു സ്വാതി തമ്മിലുള്ള എന്തൊക്കെയോ സൗന്ദര്യ പിണക്കങ്ങളാ. അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ഒടുവിൽ അവര് തന്നെ അത് പറഞ്ഞു തീർത്തോളും. അത് തന്നെയാ നല്ലത്. അറിഞ്ഞോ, മുത്തശ്ശിയുടെ കൊലപാതകയില്ലേ ആ ജാക്കി, അവൻ പോലീസ് വലയിലായി. അവനെ പോലീസ് പിടിച്ചോ? ശരിക്കും ജാക്കിയെ പോലീസ് പിടിച്ചതാ, പക്ഷേ ഒടുവിൽ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടോ? എങ്ങനെ? അതിവിദഗ്ധമായി ഒരു ലേഡി അവനെ രക്ഷിച്ചു എന്നാ പോലീസ് പറയുന്നേ. ലേഡിയോ? പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു ക്രിമിനലിനെ രക്ഷിക്കാനോ? അത്രയും സാമർത്ഥ്യമുള്ള ആ ലേഡി ആരാ? അതല്ലേ അത്ഭുതം, ഇതുവരെ ആളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജാക്കിയെ രക്ഷിച്ച് ആ ലേഡി കേരള അതിർത്തി കടത്തിയിട്ടുണ്ടെന്നാ പോലീസ് പറയുന്നേ. എന്നാലും അങ്ങനെ ഒരു ലേഡി അതാരാവും? എന്തായാലും പോലീസ് ആ ലേഡിയെ കണ്ടെത്തും. മുത്തശ്ശിയുടെ മരണത്തിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ലേ ഡോക്ടർ? ലച്ചു ടെൻഷൻ ആവണ്ട, താമസിയാതെ ജാക്കി പോലീസ് വലയിലാവും. സത്യം തെളിയിക്കുകയും ചെയ്യും. ലച്ചു സംശയിക്കണ്ട, സത്യം അധികനാൾ മൂടി വയ്ക്കാനൊന്നും ആർക്കും കഴിയില്ല. ലച്ചു ഇങ്ങനെ മനമൊരുകി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആവോ? ഇല്ല, ഒരിക്കലും ആവില്ല. ലച്ചുവിന്റെ ദേവി ആ ജാക്കിയെ ലച്ചുവിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും, അതിലൊരു സംശയമില്ല. നടക്കില്ലടി. നീ ഗൗതത്തെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ കൂടെ കൂടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മോഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഞാൻ കഴിഞ്ഞേനെ. നിന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനാ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. ആ പകയിൽ നീയും പെടും. ദേ, മേലെന്റെ ഫോണിൽ വിളിച്ചു പോരുത്. അവൾ അങ്ങനെയൊന്നും പിടിവിടില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന്റെ രേഖ അവളുടെ പക്കലുണ്ട്. ഏട്ടനത് ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ അവൾ ഒരു പടി മുൻപിൽ നിന്നു. എന്റെ ഫോണിലേക്ക് അവൾ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. മാണിക്യമംഗലം ഏട്ടന്റെ പേരിലാണെന്ന കാര്യം കവിതയ്ക്കറിയാം. ആ പ്രോപ്പർട്ടിക്ക് വിറ്റാൽ കിട്ടുന്ന തുകയും അവൾക്കറിയാം. കവിത കണ്ണുവെച്ചിരിക്കുന്നത് അതില. ഞാനതൊക്കെ കൊടുത്തിട്ട് വേണ്ടേ? ജീവനാംശമൊക്കെ ചോദിച്ചു വരാൻ എന്തർഹത അവക്കുള്ളത്? എന്നെ കീഴ് ജീവനക്കാരനാക്കി മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തിയവളവൾ. ഏത് ഭാര്യയ്ക്ക് അതിന് കഴിയും? അവൾക്കതിന് കഴിയുമെന്ന് തെളിയിച്ചു തന്നില്ലേ? ഏട്ടനെയും സ്വന്തം അമ്മയും കൊന്നവൾക്ക് ഇങ്ങനൊരു നാടകം കളിക്കാനാണോ പ്രയാസം? ദേ, ഏട്ടൻ വളരെ സൂക്ഷിക്കണം. കവിതയ്ക്ക് പണത്തിൽ കവിഞ്ഞ് ഒരു ചിന്തയുമില്ല. അതിനവൾ ആരെയും കൊല്ലും. ഗൗരിക്കെന്താ പേടി വന്നുണ്ടോ? എനിക്കറിയാം അവൾ ഏതറ്റം വരെ പോകുന്നു. പക്ഷേ എന്റെ നേരെ വരാൻ അവൾ ഭയപ്പെടും. വെഡ്ഢിത്തം പറയല്ലേ. ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലണമെന്ന് തോന്നിയാൽ അതിനൊരു പ്രയാസവും ഇല്ല. പലർക്കും അതിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ അതിന് ശ്രമിക്കാതിരുന്നത്. കവിതയെ നമ്മൾ ഭയപ്പെട്ടേ തീരും. മനസ്സ് വ്രണപ്പെട്ട പെണ്ണിനോളം അപകടകാരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. നീ പറയുന്നത് അവൾ എന്നെ കൊല്ലൂന്നാണോ? എങ്കിൽ ആളെ കൂട്ടി അവൾ വരട്ടെ. ആ ഡേവിഡ് ജാക്കിയല്ലേ അവളുടെ വലം കൈ.
എന്റെ മുന്നിൽ അവന് മുട്ടിടിക്കും. കവിതയ്ക്ക് അവനെ പരിചയപ്പെടുത്തിയതേ ഞാനാ. അവള് മനസ്സിൽ കാണുന്നത് ഏട്ടന്റെ മരണമാണെങ്കിലും ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച മാണിക്യമംഗലത്തെ സ്വത്തിന് അവകാശിയാകാൻ പോകുന്നത് ഏട്ടന്റെ ഭാര്യ കവിതയാ. കവിതയെ പോലൊരു കൊടും ക്രിമിനലിന് എന്തുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചൂടാ? അവളെ ഏട്ടനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനു മുൻപ് എനിക്ക് അവളെ പൂട്ടണം. മംഗലശ്ശേരിയിൽ ഒരാൾ കാരണം എനിക്കൊരു ഏട്ടനെ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അവളെ എങ്ങനെ പൂട്ടുമെന്നാ നീ പറയുന്നത്? ഹ, അതിനുള്ള വഴി അവള് തന്നെ തെളിയിച്ചു തന്നില്ലേ? വസുമതിയമ്മയുടെ കൊലപാതകം അവൾ ആരെ കൊണ്ട് അത് ചെയ്യിച്ചാലും ഒന്നാം പ്രതി കവിത തന്നെയാ. ഇനി എന്റെ നീക്കം കവിതയെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കാൻ തന്നെയാ. ജയിലിലായി കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല.